ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. കർത്താവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ ദിനം നമ്മൾ ആരംഭിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. അതിനെ അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കോട്ടവും തട്ടിട്ടില്ല. 4-ാമന്റെ രൂപം ഒരു ദൈവ പുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ചന്ദ്രയ്ക്ക് മെസ്രയ്ക്ക് അബേദ്നെഗോവിന് എരിയുന്ന തീച്ചുളയിലേക്ക് എറിയപ്പെടുവാൻ നെബൂഖദ്നേസർ രാജാവ് ആജ്ഞ കൊടുത്ത് തീയുടെ ബലം കൂട്ടി 7 ഇരട്ടി വർദ്ധിപ്പിച്ച് പച്ചമനുഷ്യനെ ആ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയുമ്പോൾ തീ മാറിക്കൊടുക്കുകയാണ്. എന്നാൽ നെബൂഖദ്നേസർ പറയുകയാണ്, 4 പുരുഷന്മാർ തീയിൽ കെട്ടഴിഞ്ഞ് നടക്കുന്നത് ഞാൻ കാണുക. ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ, തന്റെ ഭക്തന് വേണ്ടി ശത്രു ഒരുക്കി വെച്ച കെണി ശക്തിയേറിയ തീയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് കത്തി ചാമ്പലാകുവാൻ വേണ്ടി തീയുടെ ശക്തിയെ 7 മടങ്ങ് വർദ്ധിപ്പിച്ച് അതിലേക്ക് തന്റെ ഭക്തന്മാരെ എറിയുമ്പോൾ വിശ്വാസത്തിൽ പിടിച്ചു നിന്നവന് വേണ്ടി 4-മത് ഒരുവൻ ഇറങ്ങി നിൽക്കുകയാണ്. 4-മൻ അപ്പം പ്രത്യക്ഷപ്പെട്ടതല്ല. 4-മൻ ഹല്ലേലൂയ സ്തോത്രം ആദ്യം തന്നെ തീക്കകത്ത് ഇറങ്ങി നിൽക്കുക. യെസ്, പകൽക്കാലം അത് വിശ്വസിക്കട്ടെ. എന്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്റെ വിഷയത്തിന് പരിഹാരമായി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാം. ആ പ്രശ്നം എന്നെ തകർത്ത് കളയല്ല. ആ തീയുടെ അനുഭവം എന്നെ തകർത്ത് കളയല്ല. ആ തീയുടെ ബലം എന്നെ നശിപ്പിക്കത്തില്ല. അതിന് ഇതൊക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അതിനു മുമ്പേ ആ തീയിൽ ഇറങ്ങി നിന്ന് എന്നെ തീയിൽ വീഴാതെ ആ കരങ്ങളിൽ വഹിച്ചു പിടിച്ച ആ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. സർവശക്തൻ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.